നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കം തന്നെ നമ്മൾ ആദ്യം പറയാനുള്ളത് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്നത്തെ നമ്മുടെ പാട്ട് സീരീസ് നമ്മൾ തുറന്നു വെച്ചാൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺസ് എങ്ങനെ ഒരു ഹാക്കേഴ്സ് ഡിവൈസ് ആക്കി മാറ്റാം എന്നാണ്. അപ്പൊ കുറെ പേര് നമ്മൾ കഴിഞ്ഞ കാവ്യയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചാണ് എങ്ങനെ നമ്മുടെ ഫോണിൽ ഹാക്കിംഗ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഇതായിട്ട് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മൾ പാർട്ട് 1 കഴിഞ്ഞാൽ പാർട്ട് 2 ഒക്കെ ഉടനെ തന്നെ അപ്പൊ നെക്സ്റ്റ് ഡേയ്സ് തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ ഇതിന്റെ പാർട്ട് 2 ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇത് നമുക്ക് കമ്പ്യൂട്ടർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലാതെ യൂട്യൂബിലാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരും. അപ്പൊ ഇതിപ്പോ ഞാനിവിടെ ഞാൻ 3 ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, 4 ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു സാംസങ് J2 ഇത് റൂട്ടറാണ്. ഇത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒപ്പോ ഫോണ്, ഒപ്പോ, റിയൽമി, പിന്നെ ഒരു വിവോ ഫോൺ. അപ്പൊ ഞാൻ ഒപ്പോ, റിയൽമി ഇതേപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോ അതിന്റെ കുറച്ച് പേഴ്സണൽ പൈസ കൊണ്ട് തന്നെ ഞാൻ അതിൽ ഒന്നും റീസെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. വിവോ ഫോൺ ഇപ്പോൾ ഞാൻ ഒരിക്കലും ബുക്ക് ചെയ്തിട്ടില്ല. കാരണം ഈ ഫോണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് പിന്നെ കുറച്ച് ബാഡ് കാര്യങ്ങളും കൂടി ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഉടനെ തന്നെ നമുക്ക് എന്താണ് ഇത് ചെയ്യുന്നുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോൺ ഇപ്പം കംപ്ലീറ്റ്ലി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുമാണ്. കാരണം വെച്ചാൽ ഇത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാൽ തന്നെ ഇതിനകത്ത് ആദ്യം കാണിക്കുന്നത് റീസ്റ്റാർട്ട് ആയി തരാം. ഇൻസ്റ്റാളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കിയ ഞാൻ കണ്ട് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ ഇതിനകത്ത് തുറക്കുമ്പോൾ തന്നെ എന്റെ പേരാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ്ലി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഫോണാണ്. കാരണം ഇത് ഫുള്ളി കസ്റ്റമൈസ്. അപ്പൊ തുറക്കുമ്പോൾ തന്നെ ഇത് കാളിനെക്സിന്റെ ബൂട്ട് കാണിക്കുന്നത്. കാരണം ഇതിൽ ഓൾറെഡി കാളിനെക്സ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള കാളിനെക്സ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇതിന്റെ ലോഗോയും കാര്യങ്ങളെല്ലാം കാളിനെക്സ് ആണ്. അപ്പൊ കാളിനെക്സ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ ഇതിന്റെ ഒരു ബാക്ക് ഇത് പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും വാലന്റ് തീർന്ന ഫോൺ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കമ്പനി ഇതിന്റെ വാലന്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങളുടെ പക്ഷത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡിസ്പ്ലേയിലെ കുറച്ച് സ്ക്രാച്ച് വന്നില്ലെങ്കിൽ അതുകൊണ്ട് ടൈം ചെയ്യില്ല. അങ്ങനെ ടൈം കഴിഞ്ഞ് നിങ്ങൾ കമ്പനി കാണിച്ചാൽ റൂട്ടഡ് ഫോൺസ് കമ്പനിക്ക് ഒരിക്കലും വാല്യൂ തരില്ല. റൂട്ട് ചെയ്ത നമുക്ക് ഒരു ഫോൺ ഒരിക്കലും മാറ്റാനും പറ്റത്തില്ല, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിതില് നെറ്റ് അണ്ടർ കലണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ഞാൻ പുറമോട്ടുള്ള പോരായ്മ ഇത് മാത്രമല്ല, നമ്മൾ കമ്പനി വാറന്റി ചെയ്യുന്നില്ല. പിന്നുള്ള ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഫീച്ചേഴ്സ് വെച്ചാൽ ഇതിപ്പോ ഞാൻ J2 സാംസങ് ഗാലക്സി J2 എന്ന് വെച്ചാൽ 2015 വരുന്ന മോഡലാണ്. ഇത് ഓൾഡ് ഡിവൈസ് ആണ്. അപ്പൊ ഞാൻ ഒപ്പോയും റിയൽമി നോട്ട് ചെയ്ത് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് പേഴ്സണൽ പൈസ തന്നുകൊണ്ടാണ് ഞാൻ ഈ ഫുട്ബോളിൽ ഇത് എടുക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇത് ഇപ്പൊ എടുക്കുന്ന ഉപയോഗിച്ചാണ് ഞാൻ ആ ഫോൺ കാണിച്ചു തരാം. ഇതിനകത്തുള്ള ഞാൻ ഫീച്ചേഴ്സ് പറയുന്നത് 2013 സാംസങ്ങിന്റെ ഫോണിൽ യൂട്യൂബോ വാട്സപ്പോ ഇൻസ്റ്റാൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി എന്താണ്ട് ഇപ്പം ഓൾറെഡി യൂട്യൂബും വാട്സപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് സപ്പോർട്ടഡ് യൂട്യൂബാണ്. ഇന്ത്യയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പോപ്പുലാരിറ്റി ഇഷ്യൂസ് വരും. പിന്നെ നമുക്ക് ഈ ഇതിനിടയ്ക്ക് സൗണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ആപ്പിനകത്ത് കയറി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ. കാരണം നമുക്ക് യൂട്യൂബിന് സ്ട്രൈക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. നമ്മൾ വെബ്സൈറ്റിൽ കുറെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ യൂസേഴ്സ് മാനേജറിലുള്ള കാണാൻ കഴിയും. യൂട്യൂബ് കാര്യങ്ങൾ ഇവിടെ സപ്പോർട്ട് ആവുന്നുണ്ട്. അതായത് തന്നെ അപ്പം ഈ വീഡിയോയിൽ പാർട്ടിക്കുള്ളിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ലോക്കൽ ഫോൺസിൽ നമുക്ക് വൈഫൈ എനേബിൾഡ് ആയിട്ടൊരു വൈഫൈ നമുക്ക് ഹാക്ക് ചെയ്ത് അതിന്റെ പാസ്വേഡ്സ് തന്നെ ഹാക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കൂടുതൽ വീഡിയോ എല്ലാ പാർട്ട് 1, 2 എല്ലാം സാംസങ് കംപ്ലൈന്റ് ഒന്നും ഇതിന് ആക്സസ് ഇല്ല. ഇത് ആൻഡ്രോയിഡ് 4 വരുന്ന ഒരു ഫോണാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ സിമ്പിൾ ഇല്ലാത്ത ആൻഡ്രോയിഡ് 11 ആണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് അറൗണ്ട്
എങ്ങനെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ റൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ TWRP ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പാർട്ടിൽ നമ്മൾ എങ്ങനെ TWRP ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം TWRP ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ ഫോണിലും ഓരോ രീതിയിലായിരിക്കും TWRP ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ അതിനെ പിക്ക് ചെയ്യാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് TWRP ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡ് എത്തിയിട്ടുണ്ടെങ്കിൽ നീ ജസ്റ്റ് ChatGPT ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ ഫോണിന്റെ നെയിമും കാര്യം പഠിച്ചിട്ട് സെർച്ച് ചെയ്യുക ഹൗ ടു ഇൻസ്റ്റാൾ TWRP നിങ്ങളുടെ ഫോണിന്റെ നെയിം വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ChatGPT കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ChatGPT പറഞ്ഞു തരായിരിക്കും. അതിന് കസ്റ്റമർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺസിന് ഏതാ നല്ല ശുദ്ധമായിട്ട് കസ്റ്റമർ ഒന്നും വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ChatGPTയോട് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതിൽ തന്നെ കുറെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന എന്റേതായ തന്നെ കസ്റ്റമർ എന്റെ പേരിലുള്ള കസ്റ്റമർ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്തെടുത്ത കസ്റ്റമർ വളരെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഉപയോഗിക്കാത്തത് തന്നെ ഫീച്ചേഴ്സിനായി ഒന്നും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് കോൾ റെക്കോർഡ് ബട്ടൺ പോലും ഞാൻ കൊടുത്തിട്ടില്ല. കോൾ ലിസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്യുന്ന ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൈനെക്സും പിന്നെ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് വാട്സപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനെയാണ് മാറ്റുള്ളൂ. പിന്നെ നമുക്ക് ട്യൂട്ടോറിയലോട്ട് കിടക്കാം. അപ്പം ഫോൺസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് തന്നെയാണെങ്കിലും കാരണം നിങ്ങൾക്ക് ഒരു വൈഫൈ ആയാലും എന്ത് വേണമെങ്കിൽ എങ്ങനെയാക്കാനുള്ള ടൂൾസ് എല്ലാം നിങ്ങൾ ഓരോ ട്യൂട്ടോറിയലും നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ ട്യൂട്ടോറിയൽ ഏറ്റവും ഡിലേ ഉള്ളവർക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. ആപ്പ് എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഓൾറെഡി കുറെ പേര് ടെലിഗ്രാം മെസ്സേജ് അയക്കും കുറെ ട്യൂട്ടോറിയൽസിന് ചോദിച്ചപ്പം റിപ്ലൈ തരാൻ പറ്റില്ല. കാരണം ഒരു 10,000 ഓൾറെഡി റിക്വസ്റ്റ് ഉണ്ട്. അതിനെല്ലാം കൂടെ റിപ്ലൈ തരാൻ വരുമ്പോഴത്തേക്ക് ടൈം തോന്നിയിരിക്കും. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ മാക്സിമം നോട്ടായിട്ട് ചെയ്യുന്നത് ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. അല്ലെങ്കിൽ വാട്സപ്പ് ഓക്കെ നേരെ പോകും. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ഞാൻ വീഡിയോ ഒന്ന് മാറ്റിയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പം ഞാനിപ്പോൾ ഫ്ലാഷ് ബുക്ക് മോഡിലോട്ട് പോയേക്കണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഫോണിലും ഓരോ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വോളിയം ബട്ടൺ ഇവിടെ സൈഡിലാണ് വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും പിന്നെ ഈ സെൻറ്റർ ബട്ടണും കൂടെ നെക്കി പിടിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഓരോ രീതിയിൽ ഓരോ ഫോണിൽ ഓരോ രീതിയിലായിരിക്കും നിങ്ങൾക്ക് TWRP ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു നോക്കുക അല്ലെങ്കിൽ ChatGPTയോട് ചോദിച്ചാൽ മതി. അപ്പോൾ ChatGPT എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം, സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് മുന്നോട്ട് പോകാം. പിന്നെ ഇനി നമുക്ക് PC ചെയ്യുന്നത്. PC നമുക്ക് ഓഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈപോഡിന് ഫോൺ മാറ്റിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ. ഞാനിവിടെ എടുത്ത് കാണിച്ചു തരാം. ഓഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇത് ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഓഡിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടാകും PC വേണ്ടി അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ PC യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് TWRP ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ജസ്റ്റ് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്യാൻ വീഡിയോ സെൻഡ് ചെയ്ത് തരാം. യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബ് കുറേ പേര് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പം ഞാൻ ഈ ഓഡിൻ്റെ ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓഡിൻ ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ഫയൽ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്താൽ ഓഡിൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും കൂടെ കണക്ട് ചെയ്തിട്ട് USB കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാം, USB കേബിൾ വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോൺ ആഡഡ് എന്ന് കാണിക്കുക. അപ്പോൾ നമ്മളിവിടെ ആഡെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ആഡെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ TWRP നമ്മുടെ ഫോൺ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ TWRP നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിനകത്ത് നമ്മൾ കയറിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ നെയിമും അതിൻ്റെ കൂടെ TWRP എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ നെയിമും TWRPയും കവർ ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ TWRP വരുന്നതാണ്. അപ്പോൾ TWRP ബൈ സാംസങ് Galaxy J2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് TWRP ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും അല്ലാതെ കസ്റ്റമേഴ്സ് ഉള്ള അൺഒഫീഷ്യലായിട്ടുള്ള TWRP കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ XDA ഡെവലപ്പേഴ്സിൻ്റെ ഏതെങ്കിലും സൈറ്റിനകത്ത് നിങ്ങൾക്ക് TWRP കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒഫീഷ്യലായിട്ട് TWRP ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ മോഡൽ നമ്പറും പ്രൈമറി അമേരിക്കൻസ് ആണോ അതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, അമേരിക്കൻസ് ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് IMG ഫയൽ ആയിരിക്കണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട. IMG ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട് വരെ വെയിറ്റ് ചെയ്യുക.
ഇപ്പോൾ നമ്മുടെ ഫയലിനകത്ത് ഡൗൺലോഡ് ലിസ്റ്റിനകത്ത് TWRP വന്നതേക്ക് കാണാം. അപ്പോൾ ഡിസ്ക് ഫയൽ IMG ഫോർമാലിറ്റിയാണ് ഫയൽ വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോണും ഇതും കൂടെ കണക്ട് ചെയ്യാൻ എന്നിട്ട് ഇവിടെ ഓഡിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ റിയൽമി യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല TWRP ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വീഡിയോസ് കാണാം. സാംസങ് യൂസർ ആയതുകൊണ്ട് തന്നെ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് റിയൽമി ഒപ്പോ അങ്ങനെയുള്ള ഫോൺസിൻ്റെയൊക്കെ TWRP വേണമെന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഇതിനകത്ത് ഈ AP എന്ന് കൊടുത്തിരുന്നുണ്ടോ AP ഇവിടെ നമുക്ക് ഓടിനകത്ത് കാണാൻ സാധിക്കും AP എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് അപ്പോൾ നമ്മുടെ TWRP എവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ്സ് പോവുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ IMG ഫയൽ ഡൗൺലോഡ് ചെയ്തപ്പോൾ അത് ജസ്റ്റ് അവിടെ ഷോ ആവുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യം IMG ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ഷോ ആവുന്നില്ലെങ്കിൽ എൻ്റെ തൊട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് IMG.tar എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ IMG ഫയലാണ് ഡൗൺലോഡ് ചെയ്തത്. IMG.tar എന്നൊരു ഫയലുണ്ട്. ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങളത് മറ്റേ നോക്കിയാൽ മതി. കാരണം IMG ഫയലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്തപ്പോൾ IMG ഫയൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ നേരത്തെ IMG ഫയലാണ് ഈ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ IMG ഫയലാണ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ. പക്ഷേ IMG.tar ആണ് ഇവിടെ സപ്പോർട്ടഡ് ആയി വന്നത്. അപ്പോൾ ന്യൂ വെർഷൻ്റെ എന്തെങ്കിലും ആയിരിക്കും അറിയുന്നത്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് APയിൽ ടെസ്റ്റ് ടിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്യുന്ന ശേഷം APയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ TWRP എവിടെ കിടന്ന് അവിടെ ആ ഫയലിനകത്ത് IMG.tar കൊടുക്കുക. ടാർ സെലക്ട് ചെയ്യുന്ന ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഓപ്പൺ എന്ന് ബട്ടൺ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി TWRP ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കണില്ല കാരണം ഓൾറെഡി TWRP ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങൾ വെറുതെ ഫോൺസ് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊന്നും കൂടെ ഇതായി വരും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആഡിങ്ങിന് കാണിക്കും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് കൊടുക്കും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ട് എക്സിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ TWRP ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ശേഷം നിങ്ങളിപ്പം ഫോൺ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിലോട്ട് മാറി ഫോണങ്ങ് TWRPയിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ TWRP ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നെവർ ഷോ എന്ന് ഓർത്ത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വീട്ടിൽ ഷോ ചെയ്യാനിരിക്കാനാണ്. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഇവിടെ നിങ്ങളോടൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ TWRP നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോണിൽ TWRP ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കാസ്റ്റർ റോം ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഇതെങ്ങനെ റൂട്ട് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാമെന്നും. അപ്പോൾ പാർട്ട് 2ഉം 3ഉം വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. പാർട്ട് 2ൽ നമ്മൾ കാസ്റ്റർ റോം ഇൻസ്റ്റാൾ ചെയ്യാമെന്നും. ഇപ്പോൾ പാർട്ട് 3 ചെറിയൊരു വീഡിയോ ആയിരിക്കും. റൂട്ട് ചെയ്യാൻ എങ്ങനെ ഉള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് വീക്ക് ഇതേ ടൈമിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉള്ളവർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിനകത്ത് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും. യൂട്യൂബിൽ കുറച്ച് പോളിസി ബാൻ വരാതിരിക്കണം, കോപ്പിറൈറ്റ് വരാതിരിക്കാനുള്ള പരിപാടിക്കാണ് നമ്മൾ ജസ്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലെങ്കിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അത് വേണം നിങ്ങൾക്ക് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജസ്റ്റ് വൈപ്പ് കൊടുക്കുക. വൈപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഫാക്ടറി ഒന്ന് വൈപ്പ് ചെയ്തിടുക. അപ്പം നിങ്ങൾ TWRP ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി നോർമൽ ഇതിലോട്ട് പോകും. നിങ്ങളുടെ ഫോണിൽ ഡാറ്റാസ് ഒന്നും ക്ലിയർ ആയി അങ്ങനെയൊന്നും ചെയ്യത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ റീബൂട്ട് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീബൂട്ട് സിസ്റ്റം എന്ന് കൊടുക്കുക. റൂട്ട് സിസ്റ്റം എന്ന് കൊടുത്തെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് TWRP ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരുവിധ കുഴപ്പങ്ങളോ സിസ്റ്റത്തിലുള്ള ഫയൽ പോവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇതേപോലെ ലോഗോ ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഇത് ഞാൻ കാളിനെക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കാളിയുടെ ലോഗോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോ ഓൾറെഡി വരുന്നതായിരിക്കും. ഇതൊക്കെ എങ്ങനെ ബൂട്ട് മെനു ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഒഫീഷ്യലി കാളിനെക്സിൻ്റെ ഒരു വീഡിയോ ബൂട്ട് മെനു ആണ്. അത് എഡിറ്റഡ് ഒന്നുമല്ല. അപ്പം കാളിനെക്സ് നെറ്റ് ആൻഡ്രൊക്കെ എങ്ങനെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതും വൈഫൈ അയക്കാനുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഒപ്പോ റിയൽമിയുടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി ഫോൺസ് നമ്മൾ റൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പേഴ്സണൽ ഫയൽസൊക്കെ കോപ്പി ചെയ്യേണ്ട ഇതിനാണ് നമ്മൾ ഇത് ചെയ്യാനുള്ളത്, ഫോൺസ് എടുക്കാനുള്ളത്. ഇത് ഓൾറെഡി ഇവിടെ യൂസ്ഫുൾ ഇല്ലാതിരിക്കുന്നൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തന്നെ കാണിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ട് ഈ ഫോണിൽ. അതുകൊണ്ടാണ് ജസ്റ്റ് റീസ്റ്റാർട്ട് ആണ്. ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ഈ ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണ് ഇപ്പോഴും ഇതാവുന്നുണ്ട്. അപ്പം ബാറ്ററിയുടെ ഇഷ്യൂ കാരണമാണ് ഈ ഫോൺ നമ്മൾ തിരഞ്ഞെടുത്തത്. യൂസ്ഫുൾ ഇല്ലായിരിക്കുന്ന ഫോണാണ്. അപ്പം നെക്സ്റ്റ് ഇവിടെ കസ്റ്റർ റോം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അങ്ങനെയാണോ കോൺടാക്ട് ചെയ്യുക. അപ്പം മാക്സിമം ഫാസ്റ്റ്ലി നമുക്ക് റിപ്ലൈ അയക്കാൻ നോക്കുക. അപ്പം ബൈ.